ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ജയൻ അംബികയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതോടെ പ്രിയയുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് പ്രിയയ്ക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. പ്രിയ ജയനെയും കൂട്ടി ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടുത്തെ പൂജാരിയോട് ചോദിക്കുന്നു, ഇവിടെ ശത്രുനാശത്തിനുള്ള പുഷ്പാഞ്ജലി നടത്തുമെന്ന്. ശത്രുനാശമോ? ഇവിടെ കൂടുപത്രം ഒന്ന് നടത്തുന്ന കമ്പനിയല്ല കൊച്ചെ, ഇതെവിടുന്ന് വരുന്ന ഈ അവതാരം? പൊയ്ക്കോ ഇവിടുന്ന് ആട്ടി ഓടിക്കുന്നുണ്ട്. പ്രിയ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്നിട്ട് പ്രിയ ഇങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ, ആ പ്രതാപവർമ്മ ഒരിക്കലും കട്ടിൽ നിന്ന് എഴുന്നേക്കല്ലേ. ഋതികയും രാജു അമ്പലത്തിൽ ഇങ്ങനെ തൊഴുത് വലം വെച്ച് വരുവാണ്. അപ്പോൾ ഋതിക കാണുന്നുണ്ട് പ്രിയ. ഋതിക വളരെ സന്തോഷത്തോടെ, രാജു വേണ്ട അങ്ങോട്ട് നോക്കിയാൽ വേണ്ട പ്രിയേച്ചി. പ്രിയ അവരെ കണ്ടെന്ന് മുഖം ഇങ്ങനെ കടന്തൽ കുത്തിയ പോലെ വീർപ്പിച്ച് നിൽക്കുവാണ്. ഋതിക വാരാജു പ്രിയേച്ചി എന്നും പറഞ്ഞ സന്തോഷത്തോടെ പ്രിയയുടെ അടുത്തോട്ട് വരിക. പ്രിയ വളരെ ദേഷ്യത്തോടെ, ഇത് അമ്പലമാണ്, ഇവിടെ വെച്ച് കൂടുതൽ വർത്തമാനമൊന്നും പറഞ്ഞുകൂടാ, ജയേട്ടൻ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് വലിയ ഗൗരവത്തോടെ പ്രിയ ജയനെ വിളിച്ചോണ്ട് പോവുക. മുഖം അടച്ച് അടി കിട്ടിയ പോലെ ആയിപ്പോയി ഋതികയ്ക്ക്. ഋതിക ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. സങ്കടത്തോടെ ഋതിക, ഇതെന്താ രാജു പ്രിയ ചേച്ചി ഇങ്ങനെ? രാജു പറയുക, ഋതുവിന് മനസ്സിലായില്ലേ, ഗ്രേഡ് കൂടി, ജീവിതത്തിന്റെ ഗ്രാഫ് വർദ്ധിച്ചു, ഉടനെ ഓന്തിനെ പോലെ നിറവും മാറി, അത്രേ ഉള്ളു ഋതു ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് രാജു ഋതികയും കൂട്ടിയിട്ട് പോവുകയാണ്. പ്രിയ വീണ്ടും മനമുരുകി പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ, ഈ അടുത്ത കാലത്തൊന്നും ആ പ്രതാപവർമ്മ എഴുന്നേക്കല്ലേ. പ്രിയ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ജയം മനസ്സിൽ പറയാം, ദൈവമേ, ഇത് ഏതെങ്കിലും ദൈവത്തിന് സഹിക്കുമോ ഇവളീ പ്രാർത്ഥിക്കുന്നത്? ഇവക്ക് എന്തായാലും ദൈവം പണി കൊടുക്കും. ഭഗവാനെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ സെയിം കാസ്റ്റ് അല്ലേ. ഈ സമയം അംബികയാണെങ്കിൽ വലിയ അധികാര മനോഭാവത്തോടെ ചാരുകസേര ചാരി കാലുമേ കാലുവൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുക ആരോടോ ഫോണിൽ. സ്കൂളുകളിൽ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്ന പരിപാടി ഇനി വേണ്ട, ഞാൻ അതൊക്കെ നിർത്തലാക്കും. ഉപ്പുമാവും തൊപ്പിപ്പാളെ ഒന്നും വേണ്ട, അതിനൊക്കെ ഇപ്പം വലിയ വിലയാ. ഇപ്പോഴാണേ പഴയതുപോലെ പുഴുവരിച്ച റവയൊന്നുമില്ല, അതെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പുമാവ് കൊടുക്കായിരുന്നു. ഛർദിലും ഒഴിച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ശല്യങ്ങൾ പള്ളിക്കൂടം വിട്ടങ്ങ് പോയി കിട്ടിയാന്. വിദ്യാഭ്യാസ മേഖല ഞാൻ മൊത്തത്തിലൊന്ന് ഉടച്ചു മാറ്റും. അംബിക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൽ രാജുവും ഋതികയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരൊരുമിച്ച് വരുന്നതൊന്നും അംബികയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഋതികയും രാജുവും അംബിക മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ, അല്ല, ആര്യപുത്രനും ആര്യപുത്രിയും കൂടെ എവിടെ കറങ്ങാൻ പോയിട്ട് വരുമായിരുന്നു. അംബികയ്ക്കിട്ട് രണ്ട് കൊടുക്കാൻ തന്നെ നമ്മുടെ രാജു തീരുമാനിച്ചു. അല്ല ഋതു, ഇവർ മന്ത്രിസ്ഥാനത്തോട്ട് അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ അത് രാജിവെച്ചിട്ട് വല്ല ബാലെ ട്രൂപ്പിലും ചെന്ന് കയറിയോ? അത് കേട്ടിട്ട് ഇച്ചി കളിയാക്കുന്നോടാ എന്നും പറഞ്ഞ് അംബിക ചാടി എഴുന്നേറ്റിട്ട് വരുവാണ്. രാജുവും വിടാൻ ഭാവമില്ല. രാജു പറയാം, അയ്യോ, കളിയാക്കിയതല്ല റെസ്പെക്റ്റഡ് മിനിസ്റ്റർ, ഞാനൊരു സത്യം പറഞ്ഞതാ. സ്വന്തം തന്തയുടെ മരണത്തോട് മല്ലിടുന്നു, അവനും അവളും കൂടി അറമാദിച്ച് നടക്കുന്നു. ഋതികയ്ക്ക് ദേഷ്യം വന്നിട്ട് വേണ്ടേ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും നിങ്ങൾ വന്നേക്കരുതെന്ന്. നിന്നെ ഉപദേശിച്ചാലും ശാസിച്ചാലും നീ എന്ത് ചെയ്യുവടി? അയ്യോ, നിങ്ങളെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ജയിലിൽ പോകാനുള്ള വിഡ്ഢിത്തരമൊന്നും ഞാൻ കാണിക്കില്ല. പക്ഷേ നിങ്ങളെ ഞങ്ങൾ കൊല്ലാതെ കൊല്ലും, അക്കാര്യം മറക്കണ്ട. അംബിക അധികാരത്തിന്റെ ഭാവം എടുക്കാൻ തുടങ്ങി. പോടിയോടെ ചിലയ്ക്കാതെ, ഞാനിപ്പോൾ ആരാണെന്ന് വല്ലോ നിനക്കറിയാവോ? ഞാനേ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാ. അപ്പോൾ രാജി പറയാ, ഈ മന്ത്രിക്ക് പിന്നാലെ ഒരു ഇടിവാള് പോലെ ഒരു ഇൻഡാസ് വരുന്നുണ്ട്. അതിന് ഞങ്ങൾ സുപ്രീം കോർട്ടിലുള്ള ഒരു വക്കീലിനെ കാണാൻ പോയതാ. പെറ്റീഷൻ ഞങ്ങൾ മൂവ് ചെയ്യും. ഉടനെ അംബിക ഒന്ന് ഞെട്ടിപ്പോയി. അന്വേഷണം ഒന്നല്ല, രണ്ടാണ്. നമ്പർ 1 ജഗന്നാഥന്റെ കൊലപാതകം, അതിൽ യഥാർത്ഥ കുറ്റവാളി ആര്? ഇനി നമ്പർ 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപവർമ്മയെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആര്? കേന്ദ്ര ഏജൻസികളാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അംബിക ആകെ പതറി നിൽക്കുക. ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ കുടുങ്ങും. അതുകൊണ്ട് കരുതി നടന്നു. അധിക നാള് മന്ത്രി കസേരയിൽ കയറിയെന്ന് ഞെളിയാവെന്ന് വിചാരിക്കണ്ട. രാജുവിന്റെ വാക്കുകൾ അംബികയുടെ മനസ്സിൽ തീ കോരിയിടുന്ന പോലെ ആയിപ്പോയി. ഇവരോട് സംസാരിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അംബിക. ഇതോടെ തീരും നിങ്ങളുടെ ആട്ടം, അല്ലെങ്കിൽ ഞങ്ങൾ തീർക്കും എന്നും പറഞ്ഞ് ഋതിക രാജുവിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അംബിക ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. 1000 കൊള്ളിയാനുകൾ തലയിൽ കൂടെ പാഞ്ഞു പോയതുപോലെ അംബികയുടെ നിപ്പ് കണ്ടാൽ. പ്രതാപൻ കിടക്കുന്ന റൂമിൽ സരസ്വതി അമ്മയും പത്മയും കൂടെ സംസാരിക്കുക. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവളുടെ തനി പകർപ്പാ ആ തലതെറിച്ച ചെക്കൻ. അവനും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ചെറുക്കൻ എവിടം വരെ വേണേലും പോകും. ആ സമയം ഋതികയും രാജുവോട് അങ്ങോട്ട് വരുന്നുണ്ട്. ഋതിക പ്രസാദമായിട്ട് നിൽക്കുക. എന്നിട്ട് സരസ്വതി അമ്മയോടും പത്മയോടും പറയുക, വാതുക്കൽ ശ്രീമതി അംബികാവർമ്മ നിൽപ്പുണ്ടായിരുന്നു. രാജു ശരിക്ക് വിരട്ടി വിട്ടിട്ടുണ്ട്. ഋതിക ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം പ്രതാപന്റെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുവാണ്.
അപ്പോൾ സരസ്വതിയമ്മ പറയുന്നു, മോളെ പ്രതാപൻ്റെ നെഞ്ചിൽ കൂടെ അല്പം പ്രസാദം വെക്ക്. അങ്ങനെ വെക്കുന്നത് ഒരു ആചാരം മാത്രമല്ല മോളെ, സയൻസും കൂടിയാണ്. നമ്മൾ നെറ്റിയിലും നെഞ്ചിലും ചന്ദനം പൂശുമ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലും വികാരമണ്ഡലത്തിലും ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ മനസ്സും ശരീരവും പോസിറ്റീവാകും. ചന്ദനം തണുപ്പും ഔഷധവുമാണ് മോളെ. പത്മ അപ്പോൾ പറയുക, അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്, പ്രതാപേട്ടനെ ഇളംവെയിൽ കൊള്ളിക്കണം. അത് നല്ല കാര്യമാണ് മോളെ, വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഗുളിക കഴിക്കേണ്ട കാര്യമില്ല. അംബിക മുറിയിൽ വന്ന് നല്ല ഗെറ്റപ്പിലൊക്കെ അങ്ങോട്ട് ഒരുങ്ങി നിൽക്കുക. അപ്പോൾ ദീപക് അങ്ങോട്ട് വന്നിട്ട് പറയാം, ആഹാ കൊള്ളാലോ, കലക്കിയല്ലോ. അംബിക പറയുക, വേഷമൊക്കെ കൊള്ളാം, പക്ഷെ എൻ്റെ മനസ്സിൽ അകാരണമായ ഒരു ടെൻഷനോ എൻ്റെ അമ്മയ്ക്കോ? അതെന്തിനാ? എടാ, ജഗന്നാഥൻ്റെ ഉൾപ്പെടെ എല്ലാ കേസും ആ ഋതിക പൊക്കിക്കൊണ്ട് വരുവോടാ. അവളോട് പോകാൻ പറയാമേ. അവൾ ചുമ്മാ പറയുന്നതല്ലേ, അവൾ എൻ്റെ അമ്മയെ വരട്ടാൻ വേണ്ടി പറയുന്നതാ. എൻ്റെ അമ്മ മിനിസ്റ്ററായിട്ട് നല്ല പെർഫോമൻസ് അങ്ങോട്ട് കാഴ്ചവെക്കും. ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കരുത്. നമുക്ക് കാശുണ്ടാക്കണം, അത് മാത്രം ചിന്തിച്ചാൽ മതി. അത് കേട്ടിട്ട് അംബിക ശരി എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മയും മോനോട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പത്മയും ഋതികയും ചേർന്ന് പ്രതാപനെ വീൽ ചെയറിലിരുത്തി ഇങ്ങനെ ഇളംവെയിൽ കൊള്ളിക്കാനായിട്ട് കൊണ്ടുവരുവാണ്. രാജുവിനോട് ഋതിക പറയുന്നു, അച്ഛനെ ഇളംവെയിൽ കൊള്ളിക്കാൻ പോവുക, അതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോഴേക്കും അവിടെ വലിയ ശബ്ദവും മുദ്രാവാക്യമൊക്കെ കേൾക്കുന്നു. അംബിക വർമ്മക്ക് ജയ്, വനിതാ മന്ത്രിക്ക് ജയ്. ആഹാ, മന്ത്രിയെ എതിരേൽക്കാൻ കുറേ പാർട്ടിക്കാരെത്തിയിട്ടുണ്ടല്ലോ എന്ന് ഋതിക പറയുമ്പോൾ രാജു പറയാം, അതൊന്നും അല്ല, ഇതെല്ലാം കൂലിപ്പടകളാണ്. ഒരു പൈൻറ്റും 1000 രൂപയാണ് കൂലി. അംബികയ്ക്ക് ജയ് വിളിക്കാനുള്ളതല്ലേ. ദീപക് ഇവന്മാരുടെയൊക്കെ നേതാവല്ലേ, അവൻ വിളിച്ചുകൊണ്ട് വന്നതായിരിക്കും. അംബിക വർമ്മ കീ ജയ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കീ ജയ്, വനിതാ മന്ത്രിക്ക് കീ ജയ്. അവർ വിളിക്കുന്നതിന് അരോചകമായി തന്നെ തോന്നുന്നുണ്ട് അംബികയ്ക്കും. എന്തോന്നാടാ ഇവന്മാരൊക്കെ വിളിച്ച് കൂവുന്നത്. ദീപക് എല്ലാത്തിനും കള്ളു മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ദീപക് പറയാം, എല്ലാത്തിനെയും കിളി പോയിരിക്കുക അമ്മേ. ഒരു റിപ്പോർട്ടർ അംബികയോട് ചോദിക്കുന്നു, മാഡം, വിദ്യാഭ്യാസ വകുപ്പിലെ പുതിയ ഭരണപരിഷ്കാരം എന്തായിരിക്കും മാഡം? അംബിക ഒരു അഭിനയച്ചിരിയൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്നു, ആ വകുപ്പിലെ പുതിയ തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പല്ലേ മാഡം? തീർച്ചയായും. കുട്ടികളുടെ പഠനഭാരം എന്തായാലും ഞാൻ കൂട്ടും. പിന്നെ പുതിയ സിലബസുകൾ കൊണ്ടുവരും. ഹൈടെക് സ്കൂളുകൾ എന്ന രീതിയെ ഞാൻ മാറ്റിക്കളയും. കുട്ടികൾക്ക് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യം അംബിക ഒരു പരിഹാസ ചിരികൾ. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇന്ന് ഒരു വീടുകളിലും പട്ടിണിയില്ല. അതുകൊണ്ട് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്ന ആ രീതിയുണ്ടല്ലോ, അത് ഞാനങ്ങ് നിർത്തിക്കളയും. മുന്നേ പിന്നെ ഒരു MLA പോലുമല്ല ശ്രീമതി അംബിക വർമ്മ. മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രി പദവി ഏറ്റെടുത്താൽ പോരായിരുന്നോ? അംബികയുടെ ഭാവം അങ്ങ് മാറി. റിപ്പോർട്ടർ അങ്ങനെ ചോദിക്കുമെന്ന് കരുതിയില്ല. ഞാൻ മിനിസ്റ്ററായാൽ എന്താ കുഴപ്പം? 6 മാസത്തിനകം ഞാൻ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ പോരെ മാഡം? അത് വർമ്മ സാറ് സുഖപ്പെട്ട് വരുമല്ലോ. അതുവരെ പുതിയൊരു മന്ത്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് പാർട്ടി എന്നെ ചില ചുമതലകൾ ഏൽപ്പിച്ചു. പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. മേഡത്തിൻ്റെ ഐശ്വര്യത്തിനെല്ലാം കാരണമാരാ? അതോ അത് എൻ്റെ ഒരേ ഒരു മകൻ, എൻ്റെ മകൻ ദീപക്. എൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും കാരണക്കാരൻ എൻ്റെ ഈ ഒരേ ഒരു മകന്. ദീപക്കാണെ പൊങ്ങി ആകാശം മുട്ട പോകാറായെന്ന് തോന്നുന്നു. ഈ മകൻ ദീപക്കിനെ കുറിച്ച് കുറേ കംപ്ലൈൻറ്റുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മാഡം. അംബിക വീണ്ടും സ്വഭാവം മാറി. മതി, ഇനി ഞാൻ എൻ്റെ ആങ്ങളയുടെ അടുത്ത് കാണും, അവിടെ വെച്ച് ബാക്കി ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്താൽ മതി എന്നും പറഞ്ഞ റിപ്പോർട്ടറെയും ആൾക്കാരെയെല്ലാം കൂട്ടിക്കെട്ട് പ്രതാപ് വർമ്മയുടെ അടുത്തോട്ട് വരുവാണ്. വീൽ ചെയറിലിരിക്കുന്ന പ്രതാപ് വർമ്മ ഇത് വല്ലതും കാണുന്നുണ്ടോ അതോ അറിയുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഇനി ചോദ്യം ഷൂട്ടിങ്ങും ഒക്കെ ഇവിടെ വെച്ച് മതി. അമ്മയതോണ്ട പടയും കൂട്ടിയിട്ട് അംബിക ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതെ, പ്രതാപേട്ടൻ്റെ അടുത്തു നിന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി അവൾ വരുന്നത്. മോളെ, അതിന് സമ്മതിക്കരുത്. ഇങ്ങോട്ട് വരട്ടമേ, ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. അംബിക അങ്ങോട്ട് വന്നപ്പോൾ ഋതിക ചോദിക്കും, എന്താ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാൻ എൻ്റെ ആങ്ങളെ കാണാൻ വന്നതാ. എന്താ, എനിക്ക് എൻ്റെ ആങ്ങളോട് സംസാരിക്കാൻ പാടില്ലയോ? ശരി, നിങ്ങൾ ആങ്ങളെ കാണാൻ വന്നു, അതൊക്കെ. ആങ്ങളെ കാണാൻ വരുന്നതിന് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാനുണ്ട്. അതെ, എൻ്റെ അനിയൻ്റെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കണം. ഇവനെ ഓർത്ത് എൻ്റെ ഹൃദയം വിതുമ്പുകയാണെന്നുള്ള സത്യം പൊതുജനമൊന്ന് അറിയട്ടെ. എങ്കിലേ നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിന്നൊന്ന് വിതുമ്പിക്കോ. ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏർപ്പാടാണ്. ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പത്മയും പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ നീ ആരാടി എന്നിങ്ങനെ ദേഷ്യത്തോടെ അംബിക ചോദിക്കുകയും അതിനേക്കാൾ ദേഷ്യത്തോടെ നമ്മുടെ ഋതിക പറയാം, ഇതൊക്കെ പറയാൻ ഞാൻ പ്രതാപ വർമ്മയുടെ മകളും, ഇത് പ്രതാപ വർമ്മയുടെ. ഇത്രയും പറയുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് ഋതിക അതങ്ങ് മറച്ചിട്ട് പ്രതാപ വർമ്മയെ നോക്കുന്ന ഹോം നേഴ്സാണ്. അംബിക അവിടെ അവളുടെ പവർ എടുക്കുക. എന്നാലേ മകളും ഹോം നേഴ്സിനും അറിയാൻ വേണ്ടിയിട്ട് പറയും, ഈ പ്രതാപനെ ഈ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ അംബിക ഷൂട്ട് ചെയ്തിരിക്കും. അയ്യോ, അതൊരു അതിരുകടന്ന മോഹമായി പോയല്ലോ അംബികയെ എന്നിങ്ങനെ ഋതിയെ കളിയാക്കുക. നടക്കില്ല.
എന്നാൽ ഞാൻ നടത്തുവടി എന്നും പറഞ്ഞ അംബിക. എന്താ ഇവിടെ പ്രശ്നം എന്നും പറഞ്ഞ് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പത്മ പറയുന്നു, ഇവർ പ്രതാപവർമ്മ സാറിനെ ഇരുത്തിക്കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാ. ഇവരുടെ ഉണക്ക ചാണകം വാരുന്ന ഇൻ്റർവ്യൂ ആണോ? എന്തായാലും ഇതിവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ മീഡിയക്കാരി കൊച്ചു പറഞ്ഞു, ഞങ്ങൾ മീഡിയക്കാരാ, എന്തിൻ്റെതായാലും നിങ്ങൾ മനുഷ്യത്വം എന്നുണ്ടെങ്കിൽ ഇവർ ഈ കാണിക്കുന്നതിനൊക്കെ കൂട്ടു നിൽക്കുവോ? ഇൻ്റർവ്യൂ നടത്താമെന്ന കുട്ടി പറയാ, സാറ് പറഞ്ഞതിലും ശരിയുണ്ട്, വർമ്മ സാറിന് സുഖമില്ലാതിരിക്കുക, വരൂ നമുക്ക് പോകാം എന്നും പറഞ്ഞ് മറ്റുള്ളവരെ വിളിച്ചിട്ട് അംബികയോട് പറയുന്നു, മേഡം ആ മയക്കിങ് ഇതാ എന്നും പറഞ്ഞ് അംബികയുടെ ദേഹത്ത് കുത്തിയിരുന്ന മയക്കും മേടിച്ചുണ്ട് അവരിപ്പോൾ അതാ പൊടിയും തട്ടി അങ്ങ് പോയി. കുറേ നേരം കൊണ്ട് ദീപക്കിൻ്റെ കരണം ഇങ്ങനെ ചൊറിയുവാണോ എന്തോന്നറിയില്ല. ദീപക്ക് പെട്ടെന്ന് രാജുവിൻ്റെ അടുത്തോട്ട് വന്ന് പറയുന്നു, എടാ നീ മന്ത്രിയോട് ധിക്കാരം പറയുന്നുടാ, വേണ്ട കൊടുത്ത് രാജു ചെവിക്കുറ്റിക്കൊരൊറ്റടി. അങ്ങനെ ദീപക്കിൻ്റെ ചൊറിച്ചിൽ പോയെന്നാ തോന്നുന്നത്. മകൻ്റെ ചെവിക്കുറ്റിക്ക് അടി വീണതെങ്കിലും നൊന്തത് നമ്മുടെ അംബികയുടെ കർണത്താണെന്ന് തോന്നുന്നു. അംബിക ഇങ്ങനെ ആകെ ദേഷ്യവും വിഷമത്തോടെ നിൽക്കുക. കർണവും തടയിക്കൊണ്ടിരിക്കുന്ന ദീപക്കിനോട് രാജു ചോദിക്കുന്നു, മതിയോടെ അതോ ഇനിയും വേണോ? നിങ്ങളിങ്ങോട്ട് വന്നേ, സാറിനെ കൊണ്ട് നമുക്ക് അകത്ത് പോകാം എന്നും പറഞ്ഞ് രാജു ആ വീൽ ചെയർ തള്ളി പ്രതാപനെയും കൊണ്ട് അകത്തോട്ട് പോവുകയാണ്. ഹോം നേഴ്സ് ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് ദീപക് തൻ്റെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുക. ഡോക്ടറെ കാണാനായിട്ട് അവൻ അകത്തോട്ട് വരുന്നുണ്ട്. എന്നെ മനസ്സിലായോ? ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അംബിക വർമ്മയുടെ മകനാണ് ദീപക്. ആ മനസ്സിലായി. വർമ്മസാറിൻ്റെ കാര്യം പറയാനാണോ വന്നത്? വർമ്മസാറിന് ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞാൻ അറിയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. എന്താണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അമ്മാവനെ നോക്കാനായിട്ട് അയച്ച ആ ഹോം നേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എനിക്ക് വേണം. അതെന്തിനാ? അല്ല എനിക്കത് കിട്ടിയേ പറ്റൂ. ഡോക്ടർ ഒന്ന് ഞെട്ടിപ്പോയി. എന്താണ് പറയേണ്ടത്? ഡോക്ടർക്ക് അറിയാമല്ലോ, ഡോക്ടറാണല്ലോ പത്മയെ വിട്ടിരിക്കുന്ന ഹോം നേഴ്സായിട്ട്. എന്തു പറയും? ആകെ ഡോക്ടർ ഇങ്ങനെ ഞെട്ടിയിരിക്കുവാണ്. ദീപക്കാണെങ്കിൽ അമ്മയുടെ അധികാരഭാവത്തിൽ അങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്ക് 1 അവറിനുള്ളിൽ കിട്ടിയിരിക്കണം എന്നും പറഞ്ഞ് ദീപക്ക് പുറത്തോട്ട് പോവുകയാണ്. ഡോക്ടർ ആകെ ധർമ്മസങ്കടത്തിലെ. ഡോക്ടർ പെട്ടെന്ന് രാജുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുക. ദീപക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് സംശയം എന്തോ തോന്നിയിട്ടുണ്ട്, ഹോം നേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാനാണ് ഇവിടെ വന്നത്. ഞാൻ എന്താ രാജു ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രാജു തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു മാർഗം കണ്ടുപിടിച്ച് എനിക്ക് പറയണം എന്നൊക്കെ പറയുവാണ്. ശരി ഡോക്ടറെ, എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഡോക്ടറെ വിളിക്കാം എന്നും പറഞ്ഞ് ഒരു ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം അനന്തം പിള്ളയും അംബികയും മറ്റുള്ള ഭരണാധികാരികൾ എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെ ഖജനാവ് കൊള്ളയടിക്കാം എന്നുള്ള പ്ലാനിങ് തയ്യാറാക്കുവാണ്. കണ്ടവരോടൊക്കെ തെണ്ടി പാർട്ടി ഫണ്ടും പിരിച്ചാണ് ഓരോ ഇലക്ഷനും നമ്മൾ നേരിടുന്നത് എന്നൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. അതുപോലെ പല തരികിടയും കാണിച്ചാണ് ജയിക്കുന്നത്. ബിസിനസ്സുകാരായ മുതലാളിമാരും അബ്കാരികൾക്കൊക്കെ നമുക്ക് പിരിവ് തരുന്നത് വെറുതെ ഒന്നുമല്ല, അവർക്കും കൂടി പ്രയോജനത്തിനാണ്. അതുകൊണ്ട് അവരെയൊക്കെ സഹായിച്ചേ പറ്റൂ. അഴിമതി കാണിക്കാതെ സഹായിക്കാനോ അത് തിരിച്ചു കൊടുക്കാനോ നമുക്ക് പറ്റുമോ? അതിന് പ്രതാപവർമ്മയെ പോലുള്ള ആൾക്കാർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മളിനി എന്തു ചെയ്യും? 10 കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ രാഷ്ട്രീയത്തിൽ കയറുന്നതും പാര പണിയുന്നതും കാലുവാരുന്നതും എങ്ങനെയെങ്കിലും ജയിച്ച് മന്ത്രിയാകുന്നത്? പ്രതാപവർമ്മയ്ക്ക് കാശുണ്ടായിരിക്കാം, അയാൾ മഹാരാജാവിനെ പോലെയുള്ള ഒരാളിന്റെ മകളെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് നമുക്ക് കാശ് കിട്ടിയാൽ പുളിക്കത്തതൊന്നും ഇല്ലല്ലോ. അത് കേട്ടിട്ട് അനന്തംപിള്ള പറയാ, പണ്ടേ ഞാൻ അഴിമതി നടത്തിയെന്നും പറഞ്ഞ് എന്നെ നാട് കടത്തിയവനാ പ്രതാപവർമ്മ. അത് കേട്ടിട്ട് മറ്റൊരുത്തൻ പറയാം, അതിനയാളുടെ അധ്യായമെല്ലാം അവസാനിച്ചല്ലോ, നമുക്കിനി എന്ത് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്താലോചിക്കാനല്ലേ അംബിക വർമ്മ? ആദർശ രാഷ്ട്രീയം നടത്തി നാൽക്കവലകളിൽ കാക്കകൾക്കിരിക്കാൻ പ്രതിമകളാകുകയല്ല നമ്മുടെ ലക്ഷ്യം. ഒരു 4-5 തലമുറയ്ക്കുള്ള സമ്പാദ്യമെങ്കിലും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കണം, ഉണ്ടാക്കിയേ പറ്റൂ. അത് കേട്ടിട്ട് അംബികയ്ക്ക് വലിയ സന്തോഷം. അംബിക പറയുക, അതിന് വേണ്ടത് മാറി നിൽക്കുന്ന ഭൂമാഫിയ, റിയൽ എസ്റ്റേറ്റ്, മയക്കുമരുന്ന് ഡീലുകൾ, ഇതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. പല നിയമങ്ങളും എടുത്ത് തോട്ടിലെറിയണം. അംബിക പറഞ്ഞതാണ് ശരിയെന്ന് എല്ലാവരും അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഖജനാവ് കട്ട് മുടിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കണമെന്ന് തന്നെ അവരുടെ തീരുമാനത്തിൽ അവർ ഉറപ്പിച്ച് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. ഈ സമയം രാജു പത്മയോടും സരസ്വതി അമ്മയോടും ഋതികയോടും വന്ന് പറയുന്നു ഡോക്ടർ വിളിച്ച കാര്യം. ദീപക്ക് ഹോം നേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തിരക്കാൻ ഡോക്ടറെ കാണാൻ ചെന്നെന്നും 1 മണിക്കൂറിനുള്ളിൽ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഡോക്ടർ ചോദിച്ചു എന്നൊക്കെ രാജു ഇങ്ങനെ അവരോട് പറയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും എല്ലാവരും ചേർന്ന് എടുക്കാൻ പോകുന്ന തീരുമാനം? പത്മ ആരെന്നവർ കണ്ടുപിടിക്കുമോ? ഡോക്ടർ എന്തായിരിക്കും പറയാൻ പോകുന്നത്? അംബികയും അവിടെ കൂട്ടാളികളും ചേർന്ന് നാട് കട്ടുമുടിക്കുമോ? അതിനു മുമ്പ് തന്നെ പ്രതാപൻ എഴുന്നേറ്റ് അധികാരം ഏറ്റെടുക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.